So let's get into the topic. Okay. So first of all, we will discuss the topic cloud native development. So we need to understand what is cloud computing and what is this cloud native development all about. Well, that's a general introduction on this segment. Okay. So there are multiple segments here. So I request all of you guys to pay attention, take notes. This is a very informational segment. So take notes and understand, and maybe this will be very helpful for your career and going forward in your studies. So what is cloud computing? Cloud computing in the cloud computing basically it's like renting a house online. നമ്മളൊരു വീട് വാടകയ്ക്ക് എടുക്കുന്നത് പോലെ നമ്മളൊരു വീട് വാങ്ങുന്നതിന് പകരം ഒരു വീട് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ ചെലവാക്കും. അതിന് പകരം നമ്മളൊരു വീട് താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു ടവറിൽ ഒരു അപ്പാർട്ട്മെന്റ് മാത്രം നമ്മൾ റെന്റിന് എടുക്കും. അതുപോലെ ഇന്റർനെറ്റിൽ നമ്മൾ നമ്മളുടെ ആപ്ലിക്കേഷൻസോ നമ്മുടെ സിസ്റ്റംസോ ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടി, ഹോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഹോൾ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ബൈ ചെയ്ത് വാങ്ങി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഓൾറെഡി സെറ്റപ്പ് ചെയ്തിട്ടുള്ള, അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡേഴ്സ് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ബിഗ് ഇൻഫ്രാസ്ട്രക്ചറിൽ ചെറിയൊരു പീസ്, നമുക്ക് ആവശ്യമുള്ള ചെറിയൊരു പീസ്, എ പീസ് ഓഫ് സർവീസ് ഓർ എ സ്മോൾ സെറ്റ് ഓഫ് പീസ് ഓഫ് സർവീസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു, നമ്മൾ അതിനെ റെന്റ് ചെയ്യുന്ന പോലുള്ള പരിപാടിയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അതിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് പറയുന്നത് യു പേ ആസ് യു ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ യുവർ യൂസേജ്, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷന്റെ യൂസേജ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പേ ചെയ്യുക. നിങ്ങളുടെ യൂസേജ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ പേ ചെയ്യേണ്ടി വരും, കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് പേ ചെയ്യും. അപ്പൊ ഇതിന്റെ ബിഗസ്റ്റ് ബെനിഫിറ്റ് ഈസ് ദാറ്റ് യു ഹാവ് എ വെരി മിനിമൽ ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് ഇത് ഓൺലൈൻ ആയതുകൊണ്ടും ഇത് വിർച്വൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഉള്ളതുകൊണ്ടും യു ക്യാൻ ആക്സസ് ഇറ്റ് എനിവേർ ഓൺലൈൻ. നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ആ ഫിസിക്കൽ ഇതിലേക്ക്, ആ ഡാറ്റാ സെന്ററിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. യു ക്യാൻ ആക്സസ് ഇറ്റ് ഓൺലൈൻ. അപ്പൊ ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഓൺലൈൻ മാനേജ് ചെയ്യുന്ന വിധത്തിൽ സെൽഫ് സർവീസ് മോഡലിൽ ഓൺലൈൻ പോർട്ടൽസ് ഉപയോഗിച്ച്, അഡ്മിൻ പാനൽസ് ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ കോൺഫിഗർ ചെയ്തതാണ്. സോ ദിസ് ഈസ് വാട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഈസ് ഓൾ അബൌട്ട്. അതിന്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് യു ക്യാൻ സ്റ്റാർട്ട് സ്മോൾ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷനോ, നിങ്ങൾക്കൊരു ബാങ്കിങ് ആപ്ലിക്കേഷനോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനോ നിങ്ങൾ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ് പ്രോബ്ലി യു സ്റ്റാർട്ട് വിത്ത് എ വെരി സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ, ഒരു 10 ആൾക്കാർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ആസ് ഇറ്റ് ഗോസ് പോപ്പുലർ then your usage or your traffic will increase maybe to hundreds, thousands or even millions. But tens of millions of users വന്നാലും അത് ഓട്ടോമാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള സ്കെയിലബിലിറ്റി ഓഫർ ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗിനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പീക്ക് ടൈമിൽ ഒരുപാട് യൂസേജ് ഉണ്ടായിരിക്കും. അപ്പൊ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി കപ്പാസിറ്റി കൂടുകയും ഓഫ് പീക്ക് ടൈമിൽ വളരെ കുറച്ച് യൂസേജ് മാത്രമുള്ള സമയത്ത് അത് ഷ്രിങ്ക് ചെയ്ത് നിങ്ങളുടെ എക്സ്പെൻസ് കുറയ്ക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരു സ്കെയിലബിലിറ്റി ഉള്ള ഒരു കമ്പ്യൂട്ടിംഗ് മെത്തേഡിനെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് ഈ പ്രൊവൈഡേഴ്സ് ക്ലസ്റ്റേഴ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഡിഫറെന്റ് ഡാറ്റാ സെന്റേഴ്സ് ജിയോഗ്രഫിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മുംബൈ, ബാംഗ്ലൂർ, അതുപോലുള്ള കൽക്കട്ട പോലുള്ള ഇന്ത്യൻ സിറ്റീസിൽ പല സ്ഥലങ്ങളിലും ഈ ആമസോണിന് ഡാറ്റാ സെന്റേഴ്സ് ഉണ്ട്. ഇതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ, ഇപ്പൊ സിംഗപ്പൂരിലായാലും ജർമ്മനിയിലായാലും US-ലായാലും മിഡിൽ ഈസ്റ്റിലായാലും ഒരുപാട് സ്ഥലങ്ങളിൽ ഡാറ്റാ സെന്റേഴ്സ് ഉണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ യൂസേഴ്സ് യു ക്യാൻ അലക്കേറ്റ്. ഓക്കെ, നിങ്ങൾക്ക് പറയാം ഇന്ന ഡാറ്റാ സെന്ററിലുള്ള സ്ഥലത്താണ് എന്റെ കൂടുതൽ യൂസേഴ്സ് ഉള്ളത്, അപ്പൊ ആ ഡാറ്റാ സെന്ററിൽ എനിക്ക് എന്റെ സർവീസ് റൺ ചെയ്യാം എന്ന് പറയാം. അതുപോലെ തന്നെ ഹൈ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഡാറ്റാ സെന്റർ ഫുൾ ആയിട്ട് ക്രാഷ് ആയാൽ പോലും നിങ്ങളുടെ ഹൈ അവൈലബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ജിയോഗ്രാഫിക് ലൊക്കേഷനിൽ ഡിപ്ലോയ് ചെയ്യാവുന്ന സൗകര്യം ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കൊടുക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ പ്രൊവൈഡർ ആണ് ഇതിന്റെ ഹാർഡ്വെയർ, നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ തലവേദന ഒന്നുമില്ല. ഫുൾ ഹെഡേക്ക്, ഓൾ ദ ഹെഡേക്ക് ആർ ഹാൻഡിൽഡ് ബൈ ദ പ്രൊവൈഡർ. You can just focus on your services, your business, so that you can have more productivity and you can focus on your profits. ഇതാണ് അതിന്റെ ബെനിഫിറ്റ്. ഇനി ഈ ക്ലൗഡ് സർവീസസ്, അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗിൽ നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള നിങ്ങൾ ഡെയിലി ലൈഫിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറെ സർവീസസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗൂഗിൾ ഡ്രൈവ് പോലുള്ള, ഐക്ലൗഡ് പോലുള്ള, ഡ്രോപ്പ് ബോക്സ് പോലുള്ള സ്റ്റോറേജ്
സ്റ്റോറേജ് സർവീസ് എന്നുള്ള സൊല്യൂഷൻസ് ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. ഇത് നിങ്ങൾ ഒരുവിധം എല്ലാവരും ഉപയോഗിക്കുന്ന സർവീസ് ആണ്. ഇപ്പൊ ഗൂഗിൾ ഡോക്സ് ആയാലും ഗൂഗിൾ ഷീറ്റ്സ് ആയാലും ഇതെല്ലാം ക്ലൗഡ് സർവീസസ് ആയ ക്ലൗഡ് സ്റ്റോറേജ് സൊല്യൂഷൻസ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലൗഡ് സർവീസ് ആണ്. അതുപോലെ ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലൗഡ് ഡ്രോപ്പ് ബോക്സ്. അതുപോലെ തന്നെ നിങ്ങൾ പലരും യൂസ് ചെയ്യുന്ന നെറ്റ്ഫ്ലിക്സ് പോലുള്ള സ്ട്രീമിംഗ് സൊല്യൂഷൻസ്, അതുപോലെ സ്പോട്ടിഫൈ പോലുള്ള മറ്റൊരു സ്ട്രീമിംഗ് ഈ മ്യൂസിക് സൊല്യൂഷൻ, അതുപോലെ ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ പോലുള്ള സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഈ കൊമേഴ്സ് സൊല്യൂഷൻസ്, ഇതെല്ലാം ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് ക്ലൗഡ് ആപ്ലിക്കേഷൻസ്, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിലാണ്. ഇവരെല്ലാവരും ക്ലൗഡിന്റെ ബെനിഫിറ്റ് ഉപയോഗിച്ച് വാസ്റ്റ് നമ്പർ ഓഫ് മില്യൺസ് ഓഫ് കൺകറന്റ് യൂസേഴ്സിന് ഹെവി ഡാറ്റ ട്രാൻസ്ഫർ യൂസേജും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്യുന്ന കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള നെയിംസ് ആണ് ഈ കാണുന്നത്. ഇനി ആരൊക്കെയാണ് മേജർ പ്രൊവൈഡേഴ്സ്? ഈ ക്ലൗഡ് പ്ലാറ്റ്ഫോം പ്രൊവൈഡേഴ്സ് ആരൊക്കെയാണ് ഈ ഡാറ്റാ സെന്റേഴ്സ് ഒക്കെ നമുക്ക് വേണ്ടി ഈ കമ്പനീസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള 3 കമ്പനികളാണ് ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം, മൈക്രോസോഫ്റ്റ് അഷ്യൂർ ആൻഡ് ആമസോൺ വെബ് സർവീസസ്. ഈ 3 ആണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ഏറ്റവും ലീഡിംഗ് 3 ക്ലൗഡ് സർവീസസ് പ്രൊവൈഡേഴ്സ്. ഇനി ക്ലൗഡ് കമ്പ്യൂട്ടിംഗിൽ സർവീസ് മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ക്ലൗഡിൽ മൾട്ടിപ്പിൾ ഗ്രോയിങ് നമ്പർ ഓഫ് സർവീസ് മോഡൽസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. ദിസ് മീൻസ് നിങ്ങൾക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, നിങ്ങൾക്ക് വേണ്ട സെർവേഴ്സ്, നിങ്ങൾക്ക് വേണ്ട നെറ്റ്വർക്കിംഗ് കേപ്പബിലിറ്റി, നിങ്ങൾക്ക് വേണ്ട സെക്യൂരിറ്റി, അതിന് വേണ്ട സ്റ്റോറേജ്, ഇതെല്ലാം ഒരു സർവീസ് ആയിട്ട് ഒരു ബട്ടൺ ക്ലിക്കിൽ നിങ്ങൾക്ക് തരുന്ന ആ ഒരു സംവിധാനത്തെ പറയുന്ന പേരാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. അത് IaaS എന്ന് പറയും. അടുത്ത ഒരു സർവീസ് ആണ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. ഈ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ഇസ് ആക്ച്വലി സിറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ലെയർ ആണ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. ഈ പ്ലാറ്റ്ഫോം ആസ് എ സർവീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഏറ്റവും ഈസിയായി ആപ്ലിക്കേഷൻസ് കൊണ്ട് ലോഞ്ച് ചെയ്യാം. അതിന്റെ അണ്ടറിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചോ അതിനുവേണ്ട സപ്പോർട്ടിംഗ് JVM, JDK, .NET ഫ്രെയിംവർക്ക് ഒക്കെ പോലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാറ്. അതെല്ലാം ബൈ ഡിഫോൾട്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസിന്റെ പേരാണ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, പാസ് എന്ന് പറയും. അടുത്തതാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. നിങ്ങളിപ്പോ ഈ ജിമെയിൽ പോലുള്ള സർവീസ്, ജിമെയിൽ ഇസ് എ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. അതുപോലെ സെയിൽസ് ഫോഴ്സ് പോലുള്ള CRM, ERP സൊല്യൂഷൻസ്, SAP പോലുള്ള ERP സൊല്യൂഷൻസ് അടക്കം ഇപ്പോ ഈ SaaS സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആയിട്ടുണ്ട്. ഇപ്പൊ ജിമെയിൽ വളരെ നല്ല എക്സാമ്പിൾ ആണ്. ഈവൻ ഗൂഗിൾ ഡ്രൈവും വൺ ഡ്രൈവ് ഒക്കെ പോലുള്ള സാധനങ്ങളെല്ലാം ശരിക്കും അങ്ങനെ ഒരു സോഫ്റ്റ്വെയർസ് അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സർവീസ് ആണ്. ഇപ്പോ ഈ നെറ്റ്ഫ്ലിക്സ് ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ എ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഇതെല്ലാം ഓൺ ഡിമാൻഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ്, ടിപ്പിക്കലി ഓൺ എ സബ്സ്ക്രിപ്ഷൻ ബേസിസ്. നിങ്ങൾ കാശ് കൊടുത്ത് നിങ്ങളുടെ യൂസേജിനനുസരിച്ച് മന്ത്ലി ചാർജോ അല്ലെങ്കിൽ യൂസേജിന്റെ ചാർജോ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്ന സോഫ്റ്റ്വെയർ ആണ്. അത് നിങ്ങളുടെ ലോക്കലി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾ ബ്രൗസറിൽ പോലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇതാണ് അതിന്റെ ബെനിഫിറ്റ്. അതുപോലെ പ്രോഗ്രാമേഴ്സ്, നിങ്ങളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിങ്ങളൊരു പീസ് ഓഫ് പ്രോഗ്രാം സാധാരണ എഴുതുന്നത് ഒന്നുകിൽ ഒരു ഫംഗ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലാസ് ആയിട്ടോ ഒക്കെ ആയിരിക്കും നിങ്ങൾ എഴുതുന്നത്. ഈ ഫംഗ്ഷൻ നിങ്ങൾക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോക്കൽ മെഷീനിൽ നിങ്ങൾ നല്ല സപ്പോർട്ടിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം, അതിനുവേണ്ട ഇൻഫ്രാസ്ട്രക്ചർ വേണം, റാം, മെമ്മറി അതുപോലുള്ള കാര്യങ്ങളെല്ലാം വേണം. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ബേസ് ഓഫ് JVM പോലുള്ള വിർച്വൽ മെഷീൻസ് നിങ്ങൾക്ക് റൺ ചെയ്യണം, സപ്പോർട്ടഡ് ആർക്കിടെക്ചർ നിങ്ങൾക്ക് റൺ ചെയ്യണം. അതിന്റെ മുകളിലാണ് നിങ്ങൾ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ഈ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സർവീസ് ആണ് ഫംഗ്ഷൻ ആസ് എ സർവീസ്. നിങ്ങളുടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക, അത് ഇവിടെ സെർവർലെസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ ക്ലൗഡിനകത്ത്. ആ ഫംഗ്ഷൻ ആസ് എ സർവീസിനകത്ത് ആ ഫംഗ്ഷൻ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വിൽ സ്റ്റാർട്ട് റണ്ണിങ്. നിങ്ങൾക്ക് അതിന് മാക്സിമം മെമ്മറി ഒക്കെ നിങ്ങൾക്ക് അലക്കേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ക്ലയൻസിനും നിങ്ങളുടെ മറ്റുള്ള ആപ്ലിക്കേഷൻസിനും ഈ ഫംഗ്ഷനെ നിങ്ങൾക്ക് കോൾ ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ഈ എക്സ്ചേഞ്ച് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അതിനെ നിങ്ങൾ ഒരു റിമോട്ട് ആയിട്ടുള്ള സർവീസിനെ കോൾ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് സെക്കൻഡ് ബൈ സെക്കൻഡ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ഈ നമ്മളുടെ എക്സ്ചേഞ്ച് റേറ്റ് കാൽക്കുലേഷൻ, ഇതെല്ലാം കൺവേർഷൻസ് എല്ലാം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബിസിനസ് ആപ്ലിക്കേഷനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഫംഗ്ഷൻ ആസ് എ സർവീസിൽ കൊണ്ട് ഡിപ്ലോയ് ചെയ്യാം. അതുപോലെ ഡാറ്റാബേസ് ആസ് എ സർവീസ്,
നിങ്ങൾ ഡാറ്റാബേസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗിലൊക്കെ ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഡാറ്റാബേസ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മെഷീൻ വേണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം, സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർസ് വേണം. പിന്നെ അത് കോൺഫിഗർ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്, കുറേ അധികം സമയം എടുക്കുന്ന കാര്യം. ഇത് നിങ്ങൾക്ക് ഒരു സിമ്പിൾ ഒരു ബട്ടൺ ക്ലിക്കിൽ നിങ്ങൾക്ക് വേണ്ട ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, യു ക്യാൻ സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്. അതാണ് ഡാറ്റാബേസ് ആസ് എ സർവീസ്. ഇതുമാതിരി ഒരുപാട്, അതുമാതിരി സ്റ്റോറേജ് ആസ് എ സർവീസ്. ഇപ്പോൾ ഈ ഗൂഗിൾ ക്ലൗഡ്, നമ്മുടെ ഗൂഗിൾ ഡ്രൈവ്, വൺ ഡ്രൈവ് എല്ലാം സ്റ്റോറേജ് ആസ് എ സർവീസ് ആണ്. അങ്ങനെ ഈ ഡിഫറെന്റ് ക്ലൗഡ് പ്ലാറ്റ്ഫോം സർവീസ് മോഡൽസ് ആണ്. ഓക്കെ, സോ നൗ ക്വസ്റ്റ്യൻസ് ഫോർ യു ഗൈസ്. വിച്ച് ക്ലൗഡ് സർവീസസ് ആർ യു ഫെമിലിയർ വിത്ത്? നിങ്ങൾക്ക് ഫെമിലിയർ ആയ, നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള സർവീസസ് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഇനി ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്, മെൻഷൻ ചെയ്യാത്തതുമായിട്ടുള്ള ഡിഫറെന്റ് സർവീസ് ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇത് നിങ്ങൾ ഫെമിലിയർ ആണോ അല്ലെങ്കിൽ. സോ പ്ലീസ് എൻ്റർ യുവർ ഫെമിലിയർ ക്ലൗഡ് സർവീസസ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് അഷ്യൂർ ഒരു ക്ലൗഡ് സർവീസ് അല്ല, പ്ലാറ്റ്ഫോം പ്രൊവൈഡർ ആണ്. ബട്ട് സ്റ്റിൽ ദാറ്റ്സ് ഫൈൻ. ക്ലൗഡ് ഫ്ലെയർ, ഡെഫിനറ്റ്ലി ക്ലൗഡ് ഫ്ലെയർ ഒരു സർവീസ് ആണ്. അതുപോലെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഏതെങ്കിലും ഒരു ക്ലൗഡ് പ്രൊവൈഡർ, നമ്മളിപ്പോൾ AWSനെ കുറിച്ച് പറഞ്ഞു, ആമസോൺ വെബ് സർവീസസ് പറഞ്ഞു, ക്ലൗഡ് നമ്മുടെ അഷ്യൂർ ക്ലൗഡ് പറഞ്ഞു, ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം പറഞ്ഞു. ഇതുകൂടാതെ വീണ്ടും ക്ലൗഡ് സർവീസസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന മറ്റേതെങ്കിലും ക്ലൗഡ് സർവീസസ് പ്രൊവൈഡറെ അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൽ ടൈപ്പ് ചെയ്യാം, അതും ടൈപ്പ് ചെയ്യാം. ക്ലൗഡ് പ്രൊവൈഡേഴ്സ് which are not mentioned in this presentation. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. Alibaba Cloud, yeah, that's true, correct. Alibaba Cloud. IBM-ന്റെ ക്ലൗഡിന്റെ പേരെന്താ അറിയാം? GCP is Google Cloud Platform, we already mentioned. Colab is again under GCP. That is part of Google Cloud Platform, Google Colab. But still interesting. So the idea of this question or this interaction is basically to know how much familiar are you guys with the cloud platforms and all. So I'm so happy to know that okay, there are certain people, certain attendees who are familiar with cloud platforms. So this is going to be, I hope this is going to be very useful for you guys. Okay.